ഒരുപാട് ചലിക്കരുതേ. ഇരുന്ന് ആ ഒരു യൂണിറ്റ് ഉൾപ്പെടെ കറങ്ങുന്നതായിട്ട് കാണാറുണ്ടല്ലേ. എന്തായിരിക്കും ഇതിനൊരു കാരണം? അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഒരു സാധനം ഒരു വാഹനത്തിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നിങ്ങളെ വണ്ടിയിൽ കയറ്റം കയറുമ്പം ഓവർ ഹീറ്റ് ആകുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ പതുക്കെ പോകുന്ന സമയത്തും അത് കണക്ക് ഐഡ്ലിങ്ങിൽ എവിടെയിൽ ഇട്ടേക്കുന്ന സമയത്തൊക്കെ ഓവർ ഹീറ്റ് ആകുന്നു എന്നൊരു പ്രശ്നം കാരണം നിങ്ങൾ വണ്ടി പണിഞ്ഞ് അവസാനം ഗതികെട്ട് നിൽക്കുകയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനം കൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്തോ. അതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം എന്താ സാധനം നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് എഞ്ചിൻ വരുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് വരുന്നത്. നമുക്കിതാ ഈ ഒരു കോൾസിൽ വേണമെങ്കിൽ നോക്കാം. കോൾസിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് വരുന്ന ഒരു ഫാനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സാധാരണ ഇത്തരം വാഹനങ്ങളിലൊക്കെ നിങ്ങളിതാ ഈ കണ്ടോ, ഈ കാണുന്ന പോലെ ഫിൻസുകളടങ്ങിയ ഒരു സംവിധാനം കൊടുത്തേക്കും. നമ്മളിതാ ഇതേ കണക്ക് ചുമ്മാ പിടിച്ച് കറക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ആ ഒരു ഭാഗം ഫാൻ ഉൾപ്പെടെ മൊത്തത്തിൽ ഇരുന്ന് ആ ഒരു യൂണിറ്റ് ഉൾപ്പെടെ കറങ്ങുന്നതായിട്ട് കാണാറുണ്ടല്ലേ. എന്തായിരിക്കും ഇതിനൊരു കാരണം? അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഒരു സാധനം ഒരു വാഹനത്തിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ആ ഒരു ഐറ്റം ദാ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതാണ് സാധനം, കണ്ടോ? ഇതാണ് സാധനം. ഇതിന് പറയുന്നത് വെച്ചാൽ വിസ്കസ് ക്ലച്ച് എന്നാണ്. വിസ്കസ് ക്ലച്ച് ഫാൻ ടൈപ്പാണ്. നമ്മൾ ടവേര ആയിക്കോട്ടെ, ഇന്നോവ ആയിക്കോട്ടെ, സ്കോർപ്പിയോ ആയിക്കോട്ടെ, അത് കണക്ക് ബൊലീറോ ആയിക്കോട്ടെ, അതുപോലെ ആണെങ്കിൽ സഫാരി ആയിക്കോട്ടെ, അങ്ങനെ പല വാഹനങ്ങൾ. സഫാരിയുടെ പഴയ മോഡലാണ് കേട്ടോ. പുതിയ മോഡൽ വരുമ്പോഴത്തേക്ക് ആ ടൈപ്പല്ല, അത് ഇലക്ട്രിക്കൽ ഫാനാണ് വരുന്നത്. അത് കണക്ക് പല വാഹനങ്ങളിലും ദാ ഈ ടൈപ്പ് ഒരു വിസ്കസ് ക്ലച്ച് ഫാനായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു ഐറ്റം കംപ്ലൈൻ്റ് ആയാൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും വണ്ടി കയറ്റം കയറുന്ന സമയങ്ങളിലോ, അതായത് സിമ്പിളാണ്, വണ്ടി കൂടുതൽ എൻജിൻ പ്രവർത്തിക്കുകയും വണ്ടി വേഗത വളരെ കുറച്ച് മാത്രം പോവുകയും ചെയ്യുന്ന സമയങ്ങൾ, അതായത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ ഓടുന്ന സമയം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നലിൽ നിർത്തി പോകുന്ന സമയം, അതുമല്ലാന്നുണ്ടെങ്കിൽ നല്ല കയറ്റം കയറുന്ന സമയം, ഹൈ റേഞ്ച് ഓടുന്ന സമയത്തൊക്കെ വണ്ടി ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവും. അതേസമയം നമ്മൾ ഫ്ലാറ്റ് റോഡിൽ കൂടെ ഓടുമ്പോഴത്തേക്ക് അത്ര കണ്ട് പെട്ടെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റോ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. കാര്യം വെച്ചാൽ വണ്ടി ഓട്ടത്തിൽ ഒരു എയറിൻ്റെ ഒരു ഫ്ലോ റേഡിയേറ്ററിലേക്ക് കിട്ടുന്നത് കൊണ്ട് കൂളൻ്റ് തണുത്തിരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഈ വിസ്കസ് ഫാൻ ക്ലച്ച് കേടാവുകയാണെങ്കിൽ വണ്ടി കയറ്റം കയറുന്ന സമയത്തൊക്കെ വണ്ടി ഓവർ ഹീറ്റ് ആകും. നിങ്ങളതാ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി നോക്കിയാൽ ഞാൻ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ത്രെഡിലാണ്, അല്ലെങ്കിൽ ഈ ഒരു നെറ്റിൻ്റെ ഭാഗത്തോട്ടായിട്ടാണ് നമ്മൾ വാഹനത്തിൻ്റെ ഇതിൻ്റെ റെഡി 1 2 3 സ്റ്റാർട്ട്, ഈ ഒരു ത്രെഡിൻ്റെ ഭാഗത്തായിട്ടാണ്. ഇത് വാട്ടർ പമ്പിലാണ് ഈ ഒരു ത്രെഡ് വരുന്നത്. സ്കോർപ്പിയോടെയാണ്. ഇത് കണക്ക് കയറ്റി സെറ്റ് ചെയ്യും. ആ ഒരു വാട്ടർ പമ്പിൽ കിട്ടുന്ന ഡ്രൈവിൽ നിന്നാണ് ഈ ഒരു ഫാൻ മൊത്തത്തിൽ കറങ്ങുന്നത്. അപ്പം ഇത് കണക്ക് ഫ്രീ ആയിട്ടായിരിക്കും കറങ്ങുന്നത്. അത് ടൈറ്റ് ആവുന്ന സമയം വെച്ചാൽ ചൂടാകുമ്പോഴാണ് ഇത് ടൈറ്റ് ആവുന്നത്. ഈ ഒരു വിസ്കസ് ഫാൻ ക്ലച്ചിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാനിൻ്റെ ലീഫ് ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും, അത് കണക്ക് തന്നെ ഇതിന് ഡ്രൈവ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബെൽറ്റിൽ നിന്നുമാണ് ഈ ഒരു വിസ്കസ് ഫാൻ ക്ലച്ചിന് ആവശ്യമായ ഡ്രൈവ്, കറങ്ങാൻ ആവശ്യമായ പവറും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പം ഈ ഒരു ഐറ്റം, ഈ ഒരു വിസ്കസ് ഫാൻ ക്ലച്ച് വർക്കാവുന്ന രീതി എന്ന് വെച്ചാൽ, വണ്ടി തണുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ഫാൻ ഫ്രീ ആയിരിക്കും, നമുക്ക് കൈവച്ച് ഫ്രീ ആയിട്ട് കറക്കാൻ പറ്റും. അതേസമയം വണ്ടി ഓടി ഒരു നിശ്ചിത ടെമ്പറേച്ചർ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വിസ്കസ് ഫാൻ ക്ലച്ചിൻ്റെ അകത്തുള്ള പ്ലേറ്റുകൾ ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് കറക്കുന്നത് നല്ല ടൈറ്റ് ആകും. പിന്നെ കൈവച്ച് നല്ല അമർത്തി പിടിച്ചാൽ മാത്രം കറങ്ങുന്ന രീതിയിലോട്ട് ടൈറ്റ് ആകും. പിന്നീട് നമ്മൾ വണ്ടി എഞ്ചിൻ തണുക്കുന്നതിനനുസരിച്ച് വീണ്ടും ഫ്രീ ആകും. നമ്മളെ വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ കിട്ടാനും, എഞ്ചിൻ്റെ ലോഡ് കുറയ്ക്കാനും, അതുപോലെ തന്നെ ശബ്ദം കുറയ്ക്കാനും, കൂടുതൽ ആയാസരഹിതമായിട്ട് എഞ്ചിൻ പ്രവർത്തിക്കാനും, ഫാൻ ബെൽറ്റിൻ്റെ ആ ഒരു പ്രവർത്തനത്തിനെ സ്മൂത്താക്കാനും, അതുപോലെ തന്നെ ഫാൻ ബെൽറ്റിൻ്റെയൊക്കെ ലൈഫിനെ കൂട്ടാനും, അത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ. അത് കണക്ക് തന്നെ ഇതിപ്പം ടൈറ്റ് ആണെങ്കിൽ, ഇപ്പം വിസ്കസ് ഫാൻ ക്ലച്ച് ഇല്ല, നമ്മൾ ഡയറക്റ്റാണ് ഫാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഫുൾ RPM ആ രീതിയിൽ തന്നെ ഫാൻ കറങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ ശബ്ദം ഉണ്ടാവാനും, അതുപോലെ തന്നെ എഞ്ചിൻ അമിതമായിട്ട് തണുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിസ്കസ് ഫാൻ ക്ലച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിസ്കസ് ഫാൻ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, തണുത്തിരിക്കുന്ന അതേ കണ്ടീഷനിലായിരിക്കും ചൂടായി കഴിഞ്ഞാലും. അതായത് ഫാൻ കൃത്യമായിട്ട്
പുറത്തുള്ള എയറിനെ അകത്തേക്ക് വലിച്ചെടുക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കയറ്റം കയറുന്ന സമയത്ത്, സ്ലോവിൽ പോകുന്ന സമയത്ത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു എയറിൻ്റെ ഫ്ലോ കിട്ടാതെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകും എന്നുള്ളതാണ്. അതേസമയം എന്താ ഈ ഒരു ഒമിനിയുടെ ഒരു ഫാനിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കിയേ, ഫാൻ കൈവച്ച് പിടിച്ചാൽ തിരിയത്തില്ല, എഞ്ചിൻ ഉൾപ്പെടെ തിരിയുള്ളൂ. ഇവിടെ വിസ്കസ് ഫാൻ ക്ലച്ചും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡയറക്റ്റ് ഡ്രൈവാണ് കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു വിസ്കസ് ഫാൻ ക്ലച്ചിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചില വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഇളക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നോവ ആയിക്കോട്ടെ, ടവേര ആയിക്കോട്ടെ, നമുക്കിത് സെപ്പറേറ്റ് ഇളക്കാൻ പറ്റും. ഞാനൊരു വണ്ടിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ഇട്ടേക്കാൻ നേരത്ത് വണ്ടിക്ക് മൈലേജിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും. അതിനൊക്കെ ശബ്ദവും വളരെയധികം കൂടുതലായിരിക്കും. വളരെയധികം ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിലിക്കോൺ ലിക്വിഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിക്വിഡാണ് ഇതിൻ്റെ ഫ്രിക്ഷനൊക്കെ കൂട്ടി ഈ ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു കറക്കമുണ്ടല്ലോ, ആ ഒരു കറക്കത്തിനെ കൃത്യമായിട്ട് ഫാനിലേക്ക് ഒരു ടൈറ്റോട് കൂടി, കർഷണത്തോടു കൂടി എത്തിക്കാൻ സഹായിക്കുന്നത്. എങ്ങനെയാണെന്ന് വയ്ക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന കോയിൽ കണ്ടോ, ഒരു സ്പ്രിങ്ങിൻ്റെ ചുരുള് പോലെ. ഇതാണ് ബൈ മെറ്റാലിക് സ്ട്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിങ് എന്ന് പറയുന്നത്. താപനിലയെ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് ചൂടാകുമ്പോൾ ചുരുങ്ങുകയും തണുക്കുമ്പോൾ വികസിക്കുകയും ചെയ്യുന്നൊരു ഐറ്റമാണ്. ഇതിന് ഈ ഒരു പ്രവർത്തനം ഉള്ളിലേക്ക്, അതായത് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ അറ്റത്തൊരു ഷാഫ്റ്റിലാണ് ഇത് ഘടിപ്പിച്ചേക്കുന്നത്. ഇത് ചുരുങ്ങുന്നതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കും. അങ്ങനെ ചുറ്റുന്ന സമയത്ത് ഉള്ളിലുള്ള വാൽവുകൾ ഈ ഒരു വിസ്കസ് ഫാൻ ക്ലച്ചിൻ്റെ അകത്തുള്ള, അല്ലെങ്കിൽ ഈ ഒരു വിസ്കസ് ക്ലച്ചിനകത്തുള്ള വാൽവുകൾ തുറക്കും. അപ്പോൾ ഈ ഒരു ബൈമെറ്റാലിക് സ്പ്രിങ് എങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു വിസ്കസ് ഫാനിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ബൈമെറ്റാലിക് ആ ഒരു കോയിൽ അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ. ആ ഒരു സ്പ്രിങ് യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു കോയിൽ യൂണിറ്റ് ചുരുങ്ങി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനത് ചൂടാക്കാൻ പോവുകയാണ് കേട്ടോ. അത് പതുക്കെ 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 ചുരുങ്ങുന്നുണ്ടോ? ചുരുങ്ങി 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 കണ്ടോ? സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഇത് നല്ല രീതിയിലെല്ലാം ചുരുണ്ട് അടുത്തടുത്തടുത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ നടുക്ക് വരുന്ന ഷാഫ്റ്റ് അങ്ങോട്ട്, അതായത് ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വാൽവുകൾ തുറക്കുകയും ഇത് ശക്തമായിട്ട്, ഇപ്പോൾ നമ്മൾ വണ്ടി ഓട്ടത്തിൽ ഈ ഒരു ക്ലച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വാൽവുകൾക്കിടയിൽ കൂടെ സിലിക്കോൺ ജെല്ല് ഫ്രിക്ഷൻ പ്ലേറ്റുകൾക്കിടയിൽ പോവുകയും അവിടെ ശക്തമായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ഫാൻ എൻഗേജ് ആവുകയും ചെയ്യും. അതായത് ഫാൻ ടൈറ്റ് ആവാൻ തുടങ്ങി. ഇതിപ്പോൾ കറക്കി നോക്കുകയാണെങ്കിൽ ഇതിപ്പം കംപ്ലൈൻ്റ് ആണ്, ശരിക്കും അറിയാൻ പറ്റത്തില്ല. ഇത് നല്ല രീതിയിൽ പിടിച്ചാലേ കറങ്ങുള്ളൂ. ഇത് അതേസമയം വണ്ടിയിൽ കയറ്റി കറക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ പിടിച്ചു വെച്ചിരുന്നാലും ആ ഒരു റെസിസ്റ്റൻസ് കാണിക്കാതെ ചുമ്മാ അതിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും. ചൂടായി ഈ ഒരു സ്പ്രിങ് യൂണിറ്റ് പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു സിലിക്ക ജെല്ല് ഫ്രിക്ഷൻ പ്ലേറ്റുകൾക്കിടയിൽ വാൽവുകൾ വഴി കയറി ചെല്ലുകയും ശക്തമായൊരു ഫ്രിക്ഷൻ അവിടെ ഉണ്ടാക്കുകയും നമ്മുടെ ഫാൻ എൻഗേജ് ആവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് റേഡിയേറ്ററിൽ വരുന്ന കൂളൻ്റ് അല്ലെങ്കിൽ നമ്മളെ എഞ്ചിൻ്റെ കൂളൻ്റ് പ്രോപ്പറായിട്ട് തണുക്കാനും തുടങ്ങും. ഇതിലോട്ട് സൂക്ഷിച്ച് നോക്കിക്കോ. ഞാനിപ്പം എയർ അടിച്ച് തണുപ്പിക്കാൻ പോവുകയാണ്. അത് കുറച്ച് വികസിക്കും. അത് ക്യാമറയിൽ കൂടെ എത്രത്തോളം കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് വണ്ടി തണുക്കുമ്പോഴത്തേക്ക് എന്താണ്, എങ്ങനെയാണ് ഇത് ഫ്രീ ആവുന്നത് നമുക്ക് നോക്കാം. അറിയാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ കൂടെ വലുതാവുന്നത്? എത്രത്തോളം ക്യാമറയിൽ കൂടെ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. വികസിക്കുന്ന സമയത്ത് ആ വാൽവുകൾ റിട്ടേൺ അടയുകയും സിലിക്കോൺ ജെല്ല് വീണ്ടും ചേംബറിലേക്ക് കറങ്ങി എത്തുകയും ചെയ്യും. ആ സമയത്ത് ഫാൻ പിന്നെയും ഫ്രീ ആകും. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിസ്കസ് ക്ലച്ച് കംപ്ലൈൻ്റ് ആണെങ്കിൽ നിങ്ങളെ വണ്ടി ഓവർ ഹീറ്റ് ആവും. വെറുതെ വണ്ടിയുടെ ഹെഡോ മറ്റ് ഭാഗങ്ങളൊക്കെ ഇളക്കി പണിയുന്നതിന് മുമ്പ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് കൈവച്ചൊന്ന് കറക്കി നോക്കുക, പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പണിഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമുക്ക് ഇട്ട് പണിഞ്ഞൊരു പരുവായ വണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു സാധനത്തിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടിക്കൊക്കെ കുറച്ച് പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാഹനത്തിൽ ഇത്തരത്തിലുള്ള ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങളുടെ വണ്ടിക്ക് പറഞ്ഞ പോലെയൊക്കെ ഓവർ ഹീറ്റ് പ്രശ്നം കാണിച്ചാൽ ഈ ഒരു ഐറ്റം കൂടി ചെക്ക് ചെയ്തേക്കുക. വിസ്കസ് ക്ലച്ച് മറക്കണ്ട, ഇവനൊരു പ്രശ്നക്കാരനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.